ഒരാളെ നമ്മൾ ചവിട്ടിത്താഴ്ത്തുക അല്ലെങ്കിൽ അടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ പരിഹാസ രൂപേണ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതോളം അയാൾ പൂർവാധികം ശക്തിയോടെ കയറി വരും എന്നുള്ളതിന് പല തെളിവുകളും നമുക്കുണ്ട്. പണ്ട് കാലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മോദിയെ ഒരു കാലത്ത് ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, താഴ്ത്തിക്കെട്ടാൻ പല ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷെ മോദി നല്ല ശക്തിയോടെ തിരിച്ചു വരുന്നു. ഇപ്പം വർഷങ്ങളായിട്ട് പ്രധാനമന്ത്രി 3 ടേം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി. അങ്ങനെയുള്ള ഒരു ഉദാഹരണം. പിന്നെ പല കാര്യങ്ങളാണെങ്കിലും ഏത് വ്യക്തിയെ ആണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും അവർ തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ട് വിമർശിക്കുകയും പപ്പു എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയും ചെയ്ത BJP പല നേതാക്കളും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും കുറ്റമാണ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, വിദേശയാത്ര നടത്തുന്നതിന് പരിഹസിക്കും, അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ദിവസങ്ങളായിട്ട് ഈ ജന്തർ മന്ദറിൽ സമരം നടന്നതിന് ശേഷം രാഹുൽ ഗാന്ധി ഓരോ ദിവസവും പാർലമെന്റിൽ നല്ല തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൂടാതെ പ്രതിപക്ഷത്തിന്റെ ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന രീതിയിൽ പാർലമെന്റിൽ സംസാരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ അത് മാത്രമല്ല, ഇതൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഇതോടുകൂടി കഴിയുന്നു വിചാരിക്കും. പക്ഷേ ഇപ്പോൾ കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും മോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ഭയങ്കര ശക്തിയായിട്ട് ആഞ്ഞടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കാരണം അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്ത, മോദിയെ അല്ലെങ്കിൽ BJPയെ ശക്തമായി കടന്നാക്രമിക്കുന്ന രീതിയിൽ ഒരു പ്രസന്റേഷൻ, അതായത് ഒരു സെമിനാറിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം അല്ലെങ്കിൽ അതിന് പ്രസന്റേഷനാണ്. കാരണം മോദിയെയാണ് രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. കാരണം മോദി വിദേശയാത്രകൾ നടത്തുന്നു. ഈ വിദേശയാത്ര നടത്തുക മാത്രമല്ല, വിദേശത്ത് പോയി എല്ലാവരെയും കെട്ടിപ്പിടിക്കുക, അവിടുത്തെ വിദേശ നേതാക്കളെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഒരു രീതി. ഇപ്പം ട്രംപാണല്ലോ മെയിൻ. ട്രംപിനെ കെട്ടിപ്പിടിക്കുക, ഫ്രണ്ട് എന്ന് വിളിക്കുക. റഷ്യയിൽ പോയാൽ പുടിനെ കെട്ടിപ്പിടിക്കുക, ഫ്രണ്ട് എന്ന് വിളിക്കുക. മറ്റു രാജ്യങ്ങൾ എവിടെ പോയാലും ഇതേ തന്നെ അവസ്ഥ. എവിടെ പോയാലും കെട്ടിപ്പിടുത്തം ഇല്ലാത്ത പരിപാടിയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വിദേശ നയം എന്ന് വെച്ചാൽ വിദേശ നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നതാണെന്നാണ് മോദി കരുതിയിരിക്കുന്നത്. കാരണം ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. പല രാജ്യങ്ങളായിട്ടുള്ള വിദേശ നയം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞു വരുന്നത്. കാരണം USA പല വഴിയും നമുക്ക് തരുന്നുണ്ട്. റഷ്യയാണെങ്കിൽ പല രീതിയിലുള്ള വിദേശ നയങ്ങളിലൊക്കെ ഒരു പോരായ്മ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വിലയിരുത്തലുണ്ട് പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മോദിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ, അപഹാസ്യനാക്കിയ രീതിയിൽ തന്നെയാണ് കാണിച്ചത്. കാരണം അത് പ്രസന്റ് ചെയ്തു. കാരണം സ്റ്റേജിലിരുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിനെ പോയി കെട്ടിപ്പിടിച്ച് ആ സ്റ്റൈലൊക്കെ ഒന്ന് കാണണം. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണും ഒരു പക്ഷേ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ അത് വളരെയേറെ എന്തായാലും മോദിക്കായാലും BJPക്കാർക്കായാലും നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വളരെയേറെ മോശമായിട്ടുള്ള അധിക്ഷേപമാണ് നടത്തിയത്, സ്ത്രീകളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് നടത്തിയത്. ആ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയേറെ ഇത് പറഞ്ഞതിൽ, രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, സ്ത്രീകളെയാണ് അധിക്ഷേപിച്ചത് എന്നുള്ളതാണ് BJP ഇപ്പോൾ ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ BJP ശക്തമായി പറയുന്നത് സ്ത്രീകളെ പോലും അപമാനിച്ചു, അത് ശരിയായ ഒരു രീതിയല്ല എന്ന് നിരന്തരമായി BJP അല്ലെങ്കിൽ BJPയിലെ എല്ലാ നേതാക്കളും പറയുന്നുണ്ട്. സ്ത്രീകളെ അപമാനിച്ച രീതിയിലാണ് സംസാരിച്ചതെന്ന്. ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചതാണ് എന്ന് BJPക്കാർ മറ്റൊരു കേസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഒരു ബില്ല്, വനിതാ സംവരണ ബില്ലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വനിതാ സംവരണ ബില്ലിനെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയേണ്ടത് ആവശ്യമില്ല. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പോഷക സംഘടനയിൽ വെച്ച് നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചത് സ്ത്രീകളെ അപമാനിച്ചതായി സ്ത്രീക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാപ്പ് പറഞ്ഞാലും തെറ്റില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എനിക്കിപ്പോഴും അതിൽ സ്ത്രീകളെ അപമാനിച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നയം ഇതാണ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നേതാക്കളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ പരിഹാസത്തിനപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നത് എന്നൊരു വസ്തുതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഈ കെട്ടിപ്പിടിച്ച സംഭവത്തിന്റെ പേരിലാണ് സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞതെങ്കിൽ അതിൽ പറയാൻ കാരണം മറ്റേ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലാനിയെ കെട്ടിപ്പിടിച്ചോ എന്ന് ഈ കെട്ടിപ്പിടിച്ച ആള് മറ്റൊരു കോൺഗ്രസ് നേതാവ് പുള്ളി ചോദിക്കുന്നതാണ്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഇല്ല, അത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല, അത്രയ്ക്കൊന്നും ഞാൻ പോയിട്ടില്ല, അതായത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അത് രാഹുലിന്റെ മാന്യതയായിട്ട് എനിക്ക് കാണുന്നത്. കാരണം അത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല രാഹുൽ. ആരെയാലും കെട്ടിപ്പിടിക്കുന്നു എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ മോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചതും ഒരു വാർത്തയായിരുന്നു ഒരു കാലത്ത്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി നന്നായിട്ട് BJP ഭയന്നിട്ടുണ്ട്. പഴയതുപോലെയല്ല, ഇതിപ്പോ രാഹുലിന്റെ കാലമാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ രാഹുലിന് വേണ്ടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്, രാഹുലാണ് ശരിയെന്ന് പറയുന്നു. രാഹുൽ വാ തോരാതെ സംസാരിക്കുമ്പോൾ വാ തുറക്കാനാകാതെ മോദിയും അമിത്ഷായും ഇരിക്കുകയാണ്. അപ്പൊ രാഹുലിൽ ഭയന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്ത്രീകളെ കൊണ്ടുവന്നാൽ ഭയക്കുന്നതുകൊണ്ടാണല്ലേ കൂടുതലായിട്ട് ഇങ്ങനെ അടിച്ചമർത്താൻ. തീർച്ചയായും രാഹുലിനെ ഭയക്കുന്നു. അല്ലെങ്കിൽ ഇവർ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു.
സ്ത്രീകളുടെ ഒരു പരാമർശം കൊണ്ടുവന്നു, സ്ത്രീ സമൂഹത്തെ അപമാനിച്ചെന്നോ സ്ത്രീകളെ അപമാനിച്ചെന്നോ പറയുമ്പോൾ അത് സ്ത്രീ സമൂഹം രാഹുലിനെതിരായി തിരിയും എന്ന ഒരു വിശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണാറുണ്ട്. BJPയുടെ മറ്റൊരു രീതിയാണ് ഹിന്ദു സമൂഹത്തെ അപമാനിച്ചു, ഹിന്ദു സമൂഹത്തിന് വേണ്ടി സംസാരിക്കാനാണ് സംഘപരിവാർ സംഘടനകൾ ഉള്ളത് എന്ന തോന്നലുണ്ടാക്കി ഹിന്ദുക്കളുടെ വോട്ട് നേടുന്ന രാഷ്ട്രം. അതേ രീതി തന്നെയാണ് ഇവിടെ. വോട്ടിനപ്പുറത്തേക്ക് സ്ത്രീകളെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണ കിട്ടും. രാഹുൽ ഗാന്ധിയെ തള്ളിക്കളയാൻ കഴിയുമെന്നൊരു രീതി. സ്ത്രീകളെ അപമാനിക്കാത്ത ആളുകൾ, രാഹുൽ ഗാന്ധി സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അപമാനിച്ചെന്ന് ഞാൻ പറയുന്നില്ല. സ്ത്രീകളെ അപമാനിക്കാത്ത പാർട്ടിയാണോ BJP എന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ BJPക്കാർക്ക് ഈ വിഷയത്തിൽ വാ തുറക്കാൻ പോലുമുള്ള അർഹതയില്ല. കാര്യം മോഹൻദാസ് ഒന്നടങ്കം സമരം ചെയ്ത സ്ത്രീ സമൂഹത്തെ ആക്ഷേപിച്ച മോഹൻദാസിനെ പിന്തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ BJPക്കാർ. അപ്പൊ കേരളത്തിലെ BJPക്കാർക്ക് ഈ വിഷയത്തിൽ വാ തുറക്കാനുള്ള അർഹതയില്ല. സോണിയാഗാന്ധി ഇവരൊന്നും പറഞ്ഞിട്ടില്ലേ? പ്രിയങ്ക ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കി വെച്ച് രാഹുൽ ഗാന്ധി വളരെ സ്ത്രീകളോട് വലിയ രീതിയിൽ മോശമായി സംസാരിക്കുകയോ അത്തരം പരാമർശങ്ങളൊന്നും നടത്തുന്ന ആളല്ല. പലപ്പോഴും മോദിക്കെതിരെ കടന്നാക്രമിക്കാറുണ്ട്. ഇതിനു മുൻപ് അതും പറയുന്നുണ്ട് BJPക്കാർ. ചായക്കടക്കാരൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടായത്. അങ്ങനെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസിന് വലിയ പരാജയം ഉണ്ടായതെങ്കിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് 99 സീറ്റ് കോൺഗ്രസിന് വാങ്ങിക്കൊടുത്തത്, അല്ലെങ്കിൽ 99 സീറ്റിലേക്ക് കോൺഗ്രസിന് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് BJP സമ്മതിക്കേണ്ടി വരും. അപ്പോ വെറുപ്പിന്റെ കമ്പോളമാണോ BJP മുന്നോട്ട് വെച്ച ആശയം എന്നതിന് കൂടി BJPക്കാർ അല്ലെങ്കിൽ നേതാക്കൾ ഉത്തരം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലിപ്പം വേറെ കാര്യം പറയാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എത്രത്തോളം എന്തൊക്കെ അധിക്ഷേപം കൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വിദേശയാത്ര നടത്തിയതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കഴിഞ്ഞ ദിവസം ഉണ്ടായതില്ലേ ഇങ്ങനെ, ഇത് ആരാണ് കൂടെ ഉള്ളത്, ഒരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്, അതിൽ ചോദ്യത്തിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കും മനസ്സിലാവും അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ കോമാളികൾ BJPയെ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി പറയാനുള്ളത് പറയാറുണ്ട്. സാധാരണ എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പല കേസുകളും വരുന്നത്, പല പരാമർശങ്ങളും ഉണ്ടാകുന്നത്. രാഹുലിന് എന്താണോ പറയാൻ തോന്നുന്നത് അത് രാഹുൽ പറയും. അതുപോലെ തന്നെയാണ് ഇപ്പൊ കോമാളികളെന്ന് BJPക്കാരെല്ലാം കോമാളികളെ പോലെയാണ് എന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പൊ കോമാളികളെന്ന് BJPക്കാരെ വിളിച്ചു എന്ന് പറഞ്ഞാണ് BJP നേതാക്കൾ മറ്റൊരു വിവാദം അല്ലെങ്കിൽ മറ്റൊരു ആരോപണമായി പറയുന്നത്. രാഹുൽ ഗാന്ധി ഇവരെല്ലാം എന്തെല്ലാം വിളിച്ചിട്ടുണ്ട്? രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചതുപോലെ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ആരെങ്കിലും, നരേന്ദ്രമോദി, അമിത്ഷാ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? പപ്പുമോൻ എന്നും അമൂൽ ബേബി എന്നും ഏതൊക്കെ തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ, രാഷ്ട്രീയ മര്യാദ പോലും ഇല്ലാതെ ഒരു മനുഷ്യരെ കുറെ കാലങ്ങളായി അല്ലെങ്കിൽ 12ഓളം വർഷമായി നിരന്തരം അധിക്ഷേപിക്കുന്നു. അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകൾ കോമാളി എന്ന് വിളിച്ചപ്പോൾ ഇത്രയ്ക്ക് കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. പഴയതുപോലെയല്ല. ചായക്കടക്കാരൻ എന്ന് വിളിച്ചപ്പോൾ വലിയ പരാജയം ഉണ്ടായി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് BJPക്ക് അത് അനുകൂലമാക്കി എടുക്കാൻ കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളിലും മോദിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നിട്ട് പോലും, ചായക്കടക്കാരൻ വിഷയമല്ല ഞാൻ പറയുന്നത്, പല വിഷയത്തിലും മോദിക്ക് തെറ്റുണ്ടായിരുന്നിട്ട് പോലും സമൂഹം അല്ലെങ്കിൽ ജനങ്ങൾ മോദിയെ വിജയിപ്പിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം. അത് തന്നെയാണ് മോദിയുടെ അമിത്ഷായുടെ ഒക്കെ ബോഡി ലാംഗ്വേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. BJPക്കാർ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത് മുഴുവൻ അവർക്ക് തന്നെ അറിയാം അവരുടെ പോക്ക് നല്ല ശരിയായ ദിശയിലേക്കല്ല. ഇനി മോദിയെ വെട്ടിക്കഴിഞ്ഞാൽ RSS ഇപ്പൊ ചിന്തിക്കുന്നത് മോദിയെ എടുത്ത് കളഞ്ഞാൽ വേറെ ആരെ ആക്കണം, യോഗി ആക്കണമെന്ന് വരെ RSS ചിന്തിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം ഇനി മോദിയെ കൊണ്ട് മുന്നോട്ട് പോകുക അത്ര എളുപ്പമുള്ള കാര്യമില്ല, നടക്കില്ല. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓടിച്ചെന്ന് എല്ലാവരെയും നേതാക്കളെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സമരം ചെയ്ത ആളുകളെ കാണാൻ പോയിട്ടില്ല, അവർക്ക് വേണ്ടി തെരുവിൽ സംസാരിച്ചിട്ടില്ല. രാത്രി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത്. വിദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകളോട് കാണിക്കുന്ന മര്യാദയും സ്നേഹത്തിന്റെയും 100% ഇവിടെ സമരം ചെയ്ത, ദില്ലിയിൽ സമരം ചെയ്ത യുവാക്കളോട് എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണിച്ചില്ല? അവരെ അഡ്രസ് ചെയ്യാൻ സഭയിലേക്ക് എന്തുകൊണ്ട് വന്നില്ല? ഇത്രയും പറയുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം തെറ്റാണ്. രാഹുൽ ഗാന്ധി സ്ത്രീകളെ അപമാനിച്ചു, കോമാളി എന്ന് വിളിച്ചത് തെറ്റാണ്. ഇതെല്ലാം തെറ്റാണെങ്കിൽ ഇതൊന്നും എന്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തില്ല? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും വളരെ ഒരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം, അതെന്താണെന്ന് നോക്കി. ഒരു ഈർക്കിലി പയനാൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ബോഡി ബിൽഡറുടെ മാനസികാഘാതം എത്ര ദയനീയമായിരിക്കും. PR വർക്കിലൂടെ ഊതിവീർപ്പിച്ച ബലൂണായ വിശ്വകുരുവിന്റെ കാറ്റഴിച്ചു വിടുന്നത് പ്രൊപ്പഗണ്ടയിലൂടെ ചാപ്പകുത്തപ്പെട്ട പപ്പുവിനാലാകുമ്പോൾ പൊളിറ്റിക്കൽ കോമഡി, പൊളിറ്റിക്കൽ ട്രാജഡി. ആരാണ് പപ്പു? മിത്രങ്ങളുടെ അഭിപ്രായത്തിൽ
നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും കമ്പയർ ചെയ്യാണ് ആ. മോദിയെ മറ്റേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ. നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ സാധിക്കുന്ന, പത്രക്കാരെ അഭിമുഖീകരിക്കാൻ ഭയമില്ലാത്ത, ടെലിപ്രോംപ്റ്റർ ആവശ്യമില്ലാതെ സംസാരിക്കാൻ കഴിവുള്ള, സാധാരണക്കാരോട് യാതൊരു ജാടയുമില്ലാതെ ഇടപെടാൻ മടിയില്ലാത്ത, ശാസ്ത്രീയമായോ യുക്തിപരമായോ വിഷയങ്ങളിൽ മണ്ടത്തരങ്ങൾ പറയാത്ത, ഏതൊരു വിഷയത്തിലും അക്കാദമിക് ലെവലിൽ ചർച്ചയിൽ ഇടപെടാൻ സാധിക്കുന്ന രാഹുൽ ഗാന്ധിയാണത്രേ പപ്പു. ഇനി ബുദ്ധിമാനോ? മോദി. നോക്കി വായിക്കാൻ പോലും ഇംഗ്ലീഷ് അറിയാത്ത, പത്രക്കാരെ കണ്ടാൽ ഓടുന്ന, ടെലിപ്രോംപ്റ്റർ പണിമുടക്കിയാൽ സ്റ്റേജിൽ നിന്ന് വിയർക്കുന്ന, സാധാരണക്കാരോട് ഇടപെടാത്ത, ചെളിവെള്ളത്തിൽ ഒരു പൈപ്പിട്ട് സ്റ്റൗ കത്തിക്കാമെന്ന് പറയുന്ന, റഡാറിന്റെ കണ്ണ് വെട്ടിക്കാൻ മേഘമുള്ള സമയത്ത് വിമാനം പറത്തിയാൽ മതിയെന്ന് പറയുന്ന, കാലാവസ്ഥാ മാറ്റമെന്നാൽ വയസ്സ് കൂടുമ്പോൾ തോന്നുന്നതാണെന്ന് കുട്ടികൾക്ക് മറുപടി നൽകുന്ന, 2 ജനന തീയതിയുള്ള, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ചായക്കച്ചവടം നടത്തിയ, ലോകത്ത് എൻഡിയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രിയുള്ള ഒരേ ഒരാളായ, കൂടെ പഠിച്ച ഒരു സഹപാഠിയില്ലാത്ത മോദിയാണത്രേ ബുദ്ധിമാൻ. അതിനിടയ്ക്ക് മറ്റേ കൊറോണ കാലത്ത് പത്രം കെട്ടുമുട്ടിയത് പറഞ്ഞിട്ടുള്ളത് അത് മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി വളരെയേറെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് നടത്തുന്നത് എന്ന് അറിയാം. അതിന്റെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യുന്നത് നമുക്ക് കാണാൻ, BJP അല്ലെങ്കിൽ മോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ താഴ്ന്നു പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.